ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11ാം നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്. Based on all discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന മെയ് 4-ന് ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലുമായി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് ഇന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മെയ് 7-ന് നിയുക്ത കോൺഗ്രസ് MLA-മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു മെയ് 7-ന് ചേർന്ന യോഗം പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ ഔപചാരികമായി തെരഞ്ഞെടുക്കുകയും അതിനുശേഷം ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001-ലാണ് പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായ 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2011-ൽ UDF അധികാരത്തിൽ വന്നെങ്കിലും സതീശന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. 2021-ൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിൽ ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. മികച്ച വാഗ്മിയും വായനക്കാരനുമായ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രസംഗങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂ എന്ന് സമീപകാലത്തുണ്ടായ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വ്യക്തമാക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള വെല്ലുവിളികൾക്കിടയിൽ സമാധാനം, നയതന്ത്രം, സുസ്ഥിര വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആമുഖ പ്രസംഗത്തിൽ ഡോക്ടർ ജയശങ്കർ ആഹ്വാനം ചെയ്തു. സങ്കീർണവും അനിശ്ചിതത്വവും നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ തുല്യത ഉറപ്പാക്കി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ കഴിയണം. സാങ്കേതിക മുന്നേറ്റങ്ങൾ സദ്ഭരണത്തിനായി വിനിയോഗിക്കണമെന്നും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയിൽ ഊന്നിയുള്ള വികസനമാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് സമ്മേളനത്തിന്റെ പ്രമേയം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. രൂപീകൃതമായി 20 വർഷത്തിനുള്ളിൽ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും വിശ്വാസം നേടിയെടുക്കാൻ ദേശീയ ദുരന്ത പ്രതികരണ സേനയ്ക്ക് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ.
ഖാസിയാബാദിൽ നടന്ന ചടങ്ങിൽ NDRFന് രാഷ്ട്രപതിയുടെ പരമോന്നത ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെവിടെ ദുരന്തമുണ്ടായാലും NDRF എത്തുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അന്താരാഷ്ട്ര തലത്തിലും മികച്ച രക്ഷാപ്രവർത്തനമാണ് സേന കാഴ്ചവെക്കുന്നത്. സംസ്ഥാന സേനകൾ, NCC, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്കായി പുറപ്പെട്ട് വനം മേഖലയിൽ അകപ്പെട്ട 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘത്തെ കണ്ടെത്തി. വനം വകുപ്പ് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. വയനാട് മാർഗം ഇവരെ നാട്ടിലെത്തിക്കും. പ്രതികൂല കാലാവസ്ഥ കാരണം അവിടെ തങ്ങേണ്ടി വന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. ആദ്യ വിമാനം പുലർച്ചെ 12:20-നും രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25-നുമാണ് പുറപ്പെട്ടത്. ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ഇന്ന് വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19-ന് സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ. രാജ്യത്ത് നിന്നുള്ള പഞ്ചസാര കയറ്റുമതി കേന്ദ്ര സർക്കാർ അടിയന്തര പ്രാബല്യത്തോടെ നിരോധിച്ചു. ആഭ്യന്തര വിപണിയിലെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായാണ് അസംസ്കൃത പഞ്ചസാര, വെള്ള പഞ്ചസാര, ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവയുടെ കയറ്റുമതിക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഈ വർഷം സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ നിരോധനം തുടരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളിലേക്ക് നിശ്ചിത ക്വാട്ട പ്രകാരം നടത്തുന്ന കയറ്റുമതി ഉൾപ്പെടെ ചില പ്രത്യേക കരാറുകൾക്കും പദ്ധതികൾക്കും ഇളവ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6.8 കോടി രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6711 അയൽക്കൂട്ട അംഗങ്ങൾ 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 വിക്കറ്റിന് ജയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രഹസ്യ സന്ദർശനം നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് UAE. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അബ്രഹാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ യുദ്ധത്തിനിടെ നെതന്യാഹു രഹസ്യമായി UAE സന്ദർശിച്ചതായും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സുപ്രധാന ചർച്ച നടത്തിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വെളിപ്പെടുത്തിയത്. ഇസ്രായേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 406 പോയിന്റ് നേട്ടത്തിൽ 75,015-ലും നിഫ്റ്റി 155 പോയിന്റ് ഉയർന്ന് 23,565-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 240 രൂപ വർദ്ധിച്ച് 1,19,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11-ാം നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂ എന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.